ജീവിതത്തിൽ നിന്നും എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യ സാധുക്കളായ നമ്മെ എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ അവൻ്റെ സ്വർഗത്തിൽ അവൻ്റെ അമ്പിയാക്കളോടൊപ്പം നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു പ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നാമെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായ വിശുദ്ധമായ റമദാൻ നമുക്ക് സമാഗതമായിരിക്കും. ഈ വലിയ ഞാമത്തിന് നമ്മൾ അള്ളാഹുവിനെ ആദ്യമായി ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാഹ്. എല്ലാവരും പറയുന്നത് അൽഹംദുലില്ലാഹ്. കാരണം ഞാൻ അവരെ പറഞ്ഞതുപോലെ ഈ റമദാനിലും വരുന്ന റമദാനുകളിലും ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെന്നീ പള്ളിപ്പറമ്പിൽ അള്ളാഹുവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളും പ്രായമായവരൊക്കെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ആഗ്രഹം ഇനിയും ഈ ഭൂലോകത്ത് ജീവിക്കണമെന്നായിരുന്നു. ഒരുപാട് റമദാനുകൾ കിട്ടണമെന്നായിരുന്നു. പക്ഷേ അള്ളാഹു തീരുമാനിച്ച സമയമായപ്പോൾ അവരൊക്കെ പോയി. അവരിന്ന് അവരുടെ ബർസഖിയ ജീവിതത്തിൽ ഒന്നിരിക്കൽ വിജയികളാണ്, അല്ലെങ്കിൽ പരാജയികളാണ്. നമ്മൾ നമ്മുടെ വിജയവും പരാജയവും കാത്തിരിക്കുകയാണ്. അവരത് കണ്ടും അറിഞ്ഞും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവരെ കുറിച്ചല്ല വേവലാതി കാര്യമായിട്ട് വേണ്ടത്. നമ്മെക്കുറിച്ചുള്ളൊരു വേവലാതിയും അങ്കലാപ്പുമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഏതായാലും പോയേ പറ്റൂ. പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പോകാൻ കഴിയും? എങ്ങനെയാണ് പോകേണ്ടത്? പോകേണ്ടത് മുത്തഖീങ്ങളായിട്ടാണ്. അതിലാർക്കും സംശയമില്ല. ഈ പരിശുദ്ധമായ റമദാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നതും നമ്മളെ മുത്തഖീങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ്. മുത്തഖിയായ ഒരാൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാണ് പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവുക, അവന്റെ സ്വർഗം ലഭ്യമാവുക. അപ്പൊ റമദാനിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റവാക്കിലുള്ള മറുപടി നമ്മളെ മുത്തഖിയാക്കുക എന്നുള്ളതാണ്. എന്തിനു മുത്തഖിയാകുന്നു എന്ന് ചോദിച്ചാൽ സ്വർഗം ലഭിക്കാൻ. അതാണ് അതിന്റെ മറുപടി. എന്നാൽ ഈ അർത്ഥത്തിൽ നമുക്ക് ഈ റമദാൻ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ റമദാനുകൾ പ്രയോജനപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു പുനഃപരിശോധന, അതാണ് ഇന്ന് നമുക്ക് നടത്താനുള്ളത്. ഇതൊരു ഏകപക്ഷീയമായൊരു പ്രഭാഷണമല്ല. വിശുദ്ധ റമദാനിലെ ഒരു ദീനിന്റെ ഇൽമിന്റെ ഒരു മജ്‌ലിസ്. നമുക്ക് അങ്ങും ഇങ്ങും പറഞ്ഞും ചോദിച്ചും പഠിച്ചൊക്കെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. നോമ്പ് നമുക്കറിയാം, ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമുദായത്തിൽ നോമ്പുണ്ടായിരുന്നില്ല. നോമ്പ് നിർബന്ധമാക്കുന്നത് ഹിജ്റയുടെ 2-ാം വർഷമാണ്. എന്ന് പറഞ്ഞാൽ മക്ക കാലഘട്ടത്തിൽ റമദാൻ ഇല്ല, നോമ്പില്ല. വേറെ ചില നോമ്പുകൾ ഉണ്ടായിരുന്നു. മാസത്തിലെ 3 ദിവസത്തെ നോമ്പ്, അയ്യാമുൽ ബീദിലെ നോമ്പ്, എല്ലാ അറബി മാസവും 13, 14, 15 തീയതികളുടെ നോമ്പ്, അത് മക്കയിലുണ്ടായിരുന്നു. ആശുറ നോമ്പ്, മുഹറം 10-ന്റെ നോമ്പ്, അതും മക്കയിലുണ്ടായിരുന്നു. റമദാൻ എന്ന ഒരു പരിപൂർണമായ മാസത്തെ നിർബന്ധമായൊരു നോമ്പ്, അത് മദീനയിൽ വന്ന് 2-ാം വർഷം, ബദർ യുദ്ധം നടന്ന വർഷം, ആ വർഷമാണ് ഈ റമദാനിന്റെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിക്കൊണ്ട് സൂറത്തുൽ ബഖറയിൽ നിയമം അവതരിക്കുന്നത്. ഹിജ്റ 2-ാം വർഷം ശഅബാൻ 29-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂട്ടി ഒരു പ്രസംഗം നടത്തുന്നു. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് റസൂൽ പ്രസംഗം നടത്തി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഖദ് അദല്ലക്കും ശഹ്റുൻ മുബാറക്, നിങ്ങൾക്കൊരു അനുഗ്രഹീത മാസം ഇതാ വരികയാണ് എന്ന് പറഞ്ഞ ആ മാസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വർണ്ണിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായി അവർക്ക് ലഭിച്ച വിശുദ്ധമായ റമദാനിന്റെ ആ വ്രതാനുഷ്ഠാനം അവരാരംഭിക്കുകയാണ്. അത് ഇന്നും നമ്മളിങ്ങനെ തുടർന്ന് വരികയാണ്. റമദാനിനെ നോമ്പ് നിർബന്ധമാക്കിയത് സൂറത്തുൽ ബഖറയിലെ ഏതാനും ആയത്തുകളിലൂടെയാണ്. 183, 184, 185, 86, 87 ആയത്തുകൾ റമദാൻ വ്രതവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നമ്മളിന്ന് നോമ്പിന് കൊടുക്കുന്ന ഈ പ്രാധാന്യം നോമ്പിന്റെ ലക്ഷ്യത്തിന് കൊടുക്കുന്നില്ല എന്നൊരു തിരുത്തലിലേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. നോമ്പിന് കൊടുക്കുന്ന പ്രാധാന്യം നോമ്പിന്റെ ലക്ഷ്യത്തിന് കൊടുക്കുന്നില്ല, അവിടെയാണ് നമ്മുടെ പരാജയം. നമ്മൾ ഈ ആയത്തിൽ പഠിക്കുമ്പോൾ ആദ്യമായി അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി തീരാൻ വേണ്ടി. അപ്പൊ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞു, തഖ്വയാണ് ലക്ഷ്യം. എന്നിട്ട് അടുത്ത ആയത്ത് പറയുന്ന അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരി, ഈ നോമ്പ് കാലത്ത് നിങ്ങൾ ആരെങ്കിലും യാത്രയിലാണെങ്കിൽ അല്ലെങ്കിൽ രോഗികളാണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ, റമദാനിൽ പിടിക്കേണ്ട, പിന്നെ പിടിച്ചാൽ മതി. നോമ്പ് നിർബന്ധമാക്കിയെന്ന് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞിട്ട് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നതിനെ പിടിക്കേണ്ടതാണ്. നോമ്പ് പിടിക്കണമെന്ന് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു, രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് നോമ്പ് പിടിക്കണ്ട, എല്ലാവരും പിടിക്കണ്ട. നോമ്പിൽ ഇളവുള്ള ആളുകൾ, യാത്രക്കാർ, രോഗികൾ, അവർക്ക് നോമ്പിൽ ഇളവുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും യാത്ര പോവുകയാണ്, സഹാബാക്കളും കൂടെയുണ്ട്. ഫലമ്മാ വസൽനാ ഇലാ ദാത്ത് ഇർഖ്, ദാത്ത് ഇർഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ തവല്ലഅന വസല്ലൈന ദുഹറ, ഞങ്ങൾ വുളൂ ചെയ്തു, ദുഹർ നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്ന് ദാത്ത് ഇർഖിൽ വെച്ച് ദുഹർ നമസ്കരിച്ചു. നമുക്കറിയാം, മണലാരുണ്യമാണ്, അതിശക്തമായ ചൂടാണ്, ചൂട് സമയമാണ്. ദുഹർ നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആത്തൂനി ബിൽ മായി, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. റമദാൻ മാസത്തിലാണ് നോക്കണം. പരിശുദ്ധ റമദാൻ മാസം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം നടന്നൊരു സംഭവമാണ്. ദുഹർ നമസ്കാരം കഴിഞ്ഞപ്പോൾ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചു. മദീനയിൽ നിന്നും ഇടയത്താഴം കഴിച്ച് റമദാനിൽ നോമ്പിന് നിയ്യത്താക്കി പോകുന്ന റസൂല് ആ വിശുദ്ധ റമദാനിൽ ദുഹർ നമസ്കാരത്തിന് വെള്ളം ആവശ്യപ്പെടുകയും ആ റമദാനിൽ നോമ്പുകാരനായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്തിരുന്ന ആൾക്ക് കൊടുത്തു കുടിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് നോമ്പാണ്, അദ്ദേഹം കുടിച്ചു. അടുത്തിരുന്ന ആളുകളെ കൊണ്ട് ഇങ്ങനെ മാറി മാറിയ വെള്ളം കുടിപ്പിച്ചു. ഇവരെല്ലാവരും ഈ നോമ്പ് നിയ്യത്താക്കി റമദാനിലെ നോമ്പ് ഇടയത്താഴം കുടിച്ച് നോമ്പ് കുടിച്ചു വന്ന ആൾക്കാരാണ്. ദുഹറായപ്പോൾ റസൂലുള്ളാഹി നോമ്പ് കുറിച്ചു, സഹാബത്തിനെ കൊണ്ട് നോമ്പ് കുറിപ്പിച്ചു. യാത്ര തുടരാൻ സമയത്ത് ചില സഹാബാക്കൾ പറഞ്ഞു, നബിയെ, നമ്മളിൽ ചില ആളുകൾ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോർമുല അവര് പരിധി വിട്ടവരാണ് എന്ന് പറഞ്ഞു. എന്താണ് അതിനർത്ഥം? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാർക്ക് അനുവദിച്ചൊരു ഇളവാണ് നോമ്പ് പിടിക്കേണ്ടത്. അവരുടെ ഒരു ആനുകൂല്യമാണ്. ആ ആനുകൂല്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തി. സത്യത്തിൽ നബിതങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നബിയെ സംബന്ധിച്ചിടത്തോളം പട്ടിണി കിടക്കുക എന്നുള്ളൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. നബിയുടെ നോമ്പ് നമ്മുടെ നോമ്പ് പോലെയും ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തുടർച്ചയായി വിസാലിന്റെ നോമ്പ് പിടിക്കുകയായിരുന്നു. തുടർച്ചയായ നോമ്പ്, രാത്രി പോലും ഭക്ഷണം കഴിക്കാതെ 3 ദിവസം നോമ്പ് കഴിഞ്ഞിട്ടാണ് 4-ാം ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നത്. ഒരു ഭക്ഷണവും കഴിക്കില്ല, രാത്രിയില്ല പകലില്ല. സഹാബാക്കളിൽ ചിലർ അങ്ങനെ വിസാലിന്റെ നോമ്പ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, എനിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. കാരണം യുദ്ധമിനി റബ്ബി വേസ്കി, എന്റെ റബ്ബ് എനിക്ക് രഹസ്യമായി ഭക്ഷണമൊക്കെ തരുന്നുണ്ട്, വെള്ളം തരുന്നുണ്ട്, നിങ്ങൾക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്കതിന് കഴിയും, നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിസാലിന്റെ നോമ്പ് നിരോധിച്ചു. നമുക്ക് പാടില്ല. മഗ്രിബായ നോമ്പ് തുറക്കണം, രാത്രി നോമ്പ് പിടിക്കാൻ പാടില്ല, അത് ഹറാമാണ്, തെറ്റാണ്. നബിയാണെങ്കിലും 3 ദിവസം തുടർച്ചയായി വിസാലിന്റെ നോമ്പ് പിടിക്കുക. ഈ നബിക്ക് ആ മണലാരുണ്യത്തിലെ ചൂടിൽ ഒരു നോമ്പ് പൂർത്തിയാക്കാന്നുള്ള പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു? ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നറൽ ഹിലാല വൽ ഹിലാല ഫുമൽ ഹിലാല മാ കാന ഫി അബിയാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലൽ അസ്വദൈൻ. ഞങ്ങൾ ഒരു ചന്ദ്രപ്രവി കാണും, പിന്നെയും കാണും, പിന്നെയും കാണും. പറഞ്ഞാൽ 3 ചന്ദ്രപ്രവി കാണണമെങ്കിൽ 2 മാസം പൂർത്തിയാക്കണം.
ഇങ്ങനെ 2 മാസം തുടർച്ചയായിട്ട് ഞങ്ങളുടെ വീടുകളിൽ, വിശ്വാസയുടെ ഭാര്യമാരുടെ വീടുകളിലൊന്നും ഒരു ഭക്ഷണം ഉണ്ടായിരുന്നില്ല, വിറക് കത്തിച്ചിരുന്നില്ല. ഇല്ലല്ല സ്വതയിൽ 2 കറുത്ത സാധനങ്ങളാണ് ഞങ്ങൾ ഭക്ഷിച്ചത്. വെള്ളം കുടിക്കും, കാരക്ക കഴിക്കും, വെള്ളം കുടിക്കും. ഇങ്ങനെ ജീവിച്ചയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയ ഭക്തിമാര് 2 മാസക്കാലം. ഖന്തക്കിന്റെ രണാങ്കളത്തിൽ നമുക്കറിയാലോ, സഹാബത്ത് വയറിൽ കല്ല് വെച്ച് കെട്ടി റസൂലിനോട് വന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, വയറ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 2 കല്ല് എൻ്റെ വയറ്റിലുണ്ട്, നിങ്ങളെക്കാൾ വിഷമം എനിക്ക്. മക്കയിലെ മലകൾ റസൂലിനോട് കെഞ്ചി എന്ന ബുർദയിൽ പറയുന്നു, ഞങ്ങൾ സ്വർണമായി മാറാം, അങ്ങൊന്ന് സ്വീകരിക്കണം. റസൂൽ പറഞ്ഞു, വേണ്ട, എനിക്ക് സ്വർണ്ണമലകളുടെ ആവശ്യമില്ല. അശ്ബഹു യൗമ വ അജൂഉ യൗമ, ഞാൻ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം പട്ടിണി കിടന്നോളാം, എനിക്ക് പട്ടിണി വിഷയമല്ല, സ്വർണ്ണമലകൾ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദുനിയാവിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വ അമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകിൻ. ഇനി ദുആക്ക് ആമീൻ പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. അല്ലാഹു എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം, നാളെ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ എന്നെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം. ഇത് പ്രാർത്ഥിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് ആഗ്രഹിച്ച ആളാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യം മുട്ടുന്നത് ഞാനായിരിക്കും. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി, സ്വർഗ കവാടത്തിന്റെ വട്ടക്കണ്ണി ആദ്യം പിടിച്ചു കുലുക്കുന്നയാൾ ഞാനായിരിക്കും ആദ്യം സ്വർഗത്തിലേക്ക് എൻ്റെ കാലെടുത്ത് വെക്കുന്നത്. എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് ആദ്യം കിടക്കുന്നത് എൻ്റെ കൂട്ടത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളായിരിക്കും. പാവപ്പെട്ട മുഹാജിറുകളാണ് ആദ്യം സ്വർഗത്തിൽ കിടക്കുക. ഇങ്ങനെയൊക്കെ തൻ്റെ പുറകെ വന്ന ദുനിയാവിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി അത് മാറ്റി നിർത്തിയ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് പട്ടിണി കിടക്കുന്ന വിഷയമൊന്നുമില്ല. എന്നിട്ടാണ് വിശ്വാസം ദാത്തുക്കൽ വെച്ച് വെള്ളം കുടിച്ചു, സഹാബത്തിനെ കൊണ്ട് കുടിപ്പിച്ചു. യാത്ര പോകാൻ നേരത്ത് ചിലർ കുടിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ആദുൻ, അവർ അതിര് ലംഘിച്ചവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും. എന്താണ് കാരണം? ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചൊരു ആനുകൂല്യത്തിന്റെ ഇളവ് അത് റസൂലുള്ളാഹി കാണിച്ചു കൊടുക്കണം. റസൂലിന് ആവശ്യമില്ല. പക്ഷേ ഈ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ, ഈ കൊടുംചൂടിൽ ഇങ്ങനെ ഒരു നോമ്പ് അത് അല്ലാഹു നിർബന്ധമാക്കിയിട്ടില്ല. നിങ്ങൾക്ക് റുഖ്സയുണ്ട്, ഒഴിവാക്കണം, പിന്നെ അത് പിടിച്ചു പിടിക്കാൻ മതി. ഞാൻ പറഞ്ഞു വന്നത്, നോമ്പ് നിർബന്ധമാക്കിയെന്ന് 1-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ട് 2-ാമത്തെ ആയത്തിൽ പറഞ്ഞത് നോമ്പ് നിർബന്ധമില്ല എന്നാ പറഞ്ഞു. ആർക്ക്? യാത്രക്കാരന്, രോഗിക്ക് നോമ്പ് നിർബന്ധമില്ല. അവർ പിന്നീട് പിടിച്ചു പിടിക്കാൻ മതി. പിന്നെ പറയുന്നത് നോമ്പിന് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പിടിക്കേണ്ട, പ്രായച്ചിത്തം കൊടുത്താൽ മതി. നോമ്പ് പിടിക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി, നോമ്പ് പിടിക്കണമെന്നില്ല. അത് ആദ്യ കാലഘട്ടത്തിലുള്ള ഒരു ചോയ്സായിരുന്നു, ഒരു ഓപ്ഷൻ. വേണമെങ്കിൽ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ സാധുക്കൾക്ക് ഭക്ഷണം ഫിദിയ കൊടുത്തോണ്ട് നോമ്പ് പിടിക്കാതിരിക്കാം. പക്ഷെ പിന്നീട് അത് എടുത്തുള്ളത് കഴിവുള്ളവരെല്ലാം നോമ്പ് പിടിച്ചേ പറ്റും, ഫിദിയ പാടില്ല എന്നൊരു നിയമത്തിലേക്ക് പിന്നീട് എത്തി. ഞാൻ പറഞ്ഞത് ആദ്യത്തെ ആയത്തിൽ നോമ്പ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു തആല പറയുന്നത് നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകളെ കുറിച്ചാണ്. 3-ാമത്തെ ആയത്തിൽ പറയുന്നത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. അവിടെയും പറയുന്നത് രോഗികൾ നോമ്പ് പിടിക്കേണ്ടതാണ്, യാത്രക്കാരെ നോമ്പ് പിടിക്കേണ്ട. അപ്പൊ നോമ്പ് നിർബന്ധമാണെന്ന് ഒരായത്തിലൂടെ പറഞ്ഞിട്ട് 4 ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് നോമ്പ് പിടിക്കേണ്ടെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്ന നോമ്പ് എന്നുള്ളതിന്റെ ലക്ഷ്യമുണ്ട്. ലക്ഷ്യം തഖ്വയാണ്. ലക്ഷ്യത്തിൽ അല്ലാഹു ആർക്കും ഒരു ഇളവ് കൊടുത്തിട്ടില്ല. പക്ഷേ നോമ്പിൽ അല്ലാഹു പലർക്കും ഇളവ് കൊടുത്തിട്ടുണ്ട്. രോഗിക്ക് നോമ്പ് വേണ്ട, പക്ഷെ രോഗിക്ക് തഖ്വ വേണം. യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല, പക്ഷെ യാത്രക്കാരന് തഖ്വ നിർബന്ധമാണ്. തഖ്വ എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ അല്ലാഹു ആർക്കും ഒരു ഇളവ് കൊടുത്തിട്ടില്ല. നോമ്പിൽ അല്ലാഹു തആല പലർക്കും ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ലക്ഷ്യത്തെ മറന്നു നോമ്പിനെ മുറുകെ പിടിച്ചു. അതാണ് ഉണ്ടായത്. നോമ്പുകാർക്ക് പോലും തഖ്വയില്ല. നോമ്പ് പിടിക്കാത്ത ആൾക്കാരുടെ കാര്യം പോട്ടെ,
നോമ്പ് നിർബന്ധമാക്കിയത് തഖ്വയ്ക്ക് വേണ്ടിയാണ്. നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് പോലും തഖ്വയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നോമ്പ് കേവലം എന്താ പറയുക, ഒരു പുറംപൂച്ചായിട്ട് മാറിക്കഴിഞ്ഞു. അവിടെയാണ് തഖ്വ എന്താണെന്ന് മനസ്സിലാക്കിയത്. നമ്മുടെ ഇടയിൽ ഇന്ന് കാട്ടിക്കൂട്ടുന്ന 99% വെറുതെയാണ്. ഇതൊന്നും റബ്ബിന്റെ അടുക്കൽ കാണൂല കേട്ടോ. ഇതെല്ലാം കാട്ടിക്കൂട്ടലുകളാണ്. മുസ്ലിമാണെന്ന് അഭിനയിക്കുകയാണ്. ഇതൊന്നും നന്മയുടെ കിതാബുകളിൽ കാണില്ല. പടച്ചോനടുക്ക് ഇതൊന്നും കൂലി കിട്ടില്ല. ഇസ്ലാം ഒരു റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റൂട്ടിലൂടെ പോയാലേ ലക്ഷ്യത്തിലെത്തുള്ളൂ. നമ്മളിൽ പലരും സഞ്ചരിക്കുന്നത് തെറ്റിയ വഴിയിലൂടെയാണ്, ലക്ഷ്യത്തിലെത്തില്ല. തഖ്വയുള്ളവന് മാത്രമേ സ്വർഗമുള്ളൂ. തഖ്വ ഉണ്ടാകാനാണ് പടച്ചോൻ നോമ്പ് നിർബന്ധമാക്കിയത്. തഖ്വ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്, മനസ്സിലാക്കി. 2 കാര്യങ്ങളാണ് തഖ്വ. ഒന്ന്, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക. 2, ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതാണ് തഖ്വ. ഇന്ന് നമ്മൾ നിർബന്ധമായ കാര്യങ്ങൾക്ക് നമ്മളുടെ ഇടയിൽ വലിയ പരിഗണനയില്ല. ഹറാമുകൾ നമ്മൾ പലരും ഒഴിവാക്കുന്നുമില്ല. നമ്മൾ സഞ്ചരിക്കുന്നത് ഫളായിലിന്റെ പുറകെയാണ്. ഫളായിലോട് അള്ളാഹുവിന്റെ വഈദ് ബന്ധപ്പെടുന്നില്ല. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. നബിയെ, ഈ ഖുർആൻ കൊണ്ട് താങ്കൾ ഉദ്ബോധനം നൽകേണ്ടത് എന്റെ വഈദുകളെ, എന്റെ ഭീഷണികളെ പേടിക്കുന്നവർക്കാണ്. അള്ളാഹു ഭീഷണിപ്പെടുത്തിയത് 2 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പടച്ചോന്റെ ഭീഷണിയുണ്ട്. 2, ഹറാമ് ചെയ്യരുതെന്ന് പടച്ചോന്റെ ഭീഷണിയുണ്ട്. 5 അഹ്കാമുകളാണ് ഇസ്ലാമിക ശരീഅത്തിലുള്ളത്. 1 വാജിബ്, പിന്നെ 1 ഹറാം, 3 നമ്മൾ പഠിച്ചാണല്ലോ, അറിയാവുന്നവരൊന്നും പറയും. വാജിബ്, ഹറാമ്, പിന്നെന്താണ്? ഹറാം, കറാഹത്ത്, പിന്നെ നിങ്ങളും കൂടി സഹകരിക്കും. കറാഹത്ത്, പിന്നെ 4 സുന്നത്ത്, 5 ഖിലാഫുൽ ഔല. ഈ 5 ഹുക്കുമുകളാണ് ഇസ്ലാമിക ശരീഅത്തിലുള്ളത്. ഹറാം, വാജിബ്, ഹറാം, സുന്നത്ത്, കറാഹത്ത്, ഖിലാഫുൽ ഔല. ഇതിൽ 3 കാര്യത്തിനോടും അല്ലാഹുവിന്റെ വഈദ്, ഭീഷണി ബന്ധപ്പെടുന്നില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. ഇതാണ് സുന്നത്ത്. ഒരാൾ സുന്നത്ത് ചെയ്തില്ല എന്നതിന്റെ പേരിൽ പടച്ചോൻ അയാളൊന്നും ചെയ്യില്ല. തറാവി നമസ്കാരം സുന്നത്തോ വാജിബോ? സുന്നത്ത്. തറാവി നിസ്കരിക്കാത്തത് ആരും നരകത്തിൽ പോരാട്ടോ. ഇനി തറാവിനെ കാണിക്കുന്ന തിക്കിത്തിരക്ക്. ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു സന്ദേശം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. തറാവി നമസ്കരിക്കാത്തത് ആരും നരകത്തിൽ പോകില്ല. തറാവി നമസ്കാരം സുന്നത്താണ്. കറാഹത്തിന്റെ പേരിൽ ആർക്കും ശിക്ഷ ഉണ്ടാവില്ല. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ നല്ലതിനെതിരെ അത് ചെയ്തുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല പരലോകത്തൊന്നും. പക്ഷേ വാജിബ് ഉപേക്ഷിച്ചാൽ മുത്തഖിയാവൂല, മുത്തഖി അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. ഹറാമ് ചെയ്തവൻ മുത്തഖിയാവൂല, മുത്തഖി അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. എന്താണ് വാജിബ്? എന്താണ് വാജിബ്? 5 നേരത്തെ നിസ്കാരം വാജിബാണ്. റമളാനിലെ നോമ്പ് വാജിബാണ്. ഒരു മനുഷ്യൻ 70 വയസ്സ് ജീവിച്ചാൽ 15 വയസ്സ് മുതൽ അവന് നിസ്കാരം നിർബന്ധമായി. 55 വർഷം നിസ്കരിച്ചിട്ടുണ്ടാവും. എത്ര നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാവും? 55 വർഷം. ഒരു ദിവസം 5 നേരം വെച്ച് ഒരു മാസം 150 നേരം നിസ്കരിക്കണം. ഒരു 55 വർഷം കൊണ്ട് ഏകദേശം 99,000, 1,00,000 നിസ്കാരം ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ടാവും. 70 വയസ്സ് ജീവിച്ചയാൾ. ഇസ്ലാംകാര് 5 ഒന്ന് നിസ്കാരം. രണ്ടാമത്തത് നോമ്പ്. വർഷത്തിൽ 1. നിസ്കാരം ദിവസത്തിൽ 5, നോമ്പ് വർഷത്തിൽ 1. സക്കാത്തോ വർഷത്തിൽ 1. ഷഹാദത്ത് കലിമയോ ജീവിതത്തിൽ 1. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ജീവിതത്തിൽ 1 പ്രാവശ്യം പറഞ്ഞാൽ മതി. അയാളുടെ ബാധ്യത ഒഴിവായി. സക്കാത്ത് എന്ന് പറയുന്നത് വർഷത്തിൽ 1 കൊടുത്താൽ മതി. ഹജ്ജ് എന്ന് പറയുന്നത് ജീവിതത്തിൽ 1 ചെയ്താൽ മതി. നോമ്പ് എന്ന് പറയുന്നത് വർഷത്തിൽ 1 മാസേ ഉള്ളൂ. നിസ്കാരം ദിവസത്തിൽ 5 നേരമുണ്ട്. ഈ നിസ്കാരത്തെ കുറിച്ച് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, നിസ്കാരം എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. ഇന്നലെ അടുത്ത ആരൊക്കെ പറഞ്ഞത്, ഇവിടെ പലർക്കും നിസ്കരിക്കാൻ അറിയില്ല, നിസ്കരിക്കാൻ ശരിയാവുന്നില്ല, നമ്മൾ നിസ്കാരത്തെ കുറിച്ചൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ എണീറ്റിരിക്കുന്നത് കൂടി ഉറങ്ങിപ്പോകുള്ളൂ. അപ്പൊ നിസ്കാരത്തെ കുറിച്ച് അങ്ങനെ ചില ഇടക്കിടക്ക് കുട്ടിന് തേങ്ങയിടും പോലെ ഇടക്കിടക്ക് ഓരോ നിയമങ്ങൾ പറയും. ഇടക്കിടക്ക് നിസ്കാരത്തെ കുറിച്ച് അത്യാവശ്യം വേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, എനിക്ക് നിസ്കരിക്കേണ്ട എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരണം. ചുരുക്കി പറയാം.
ദീർഘിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസം അദ്ദേഹത്തോട് പറഞ്ഞു, നിസ്കാരത്തിന് ഫർദ് ചെറുത്തൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഇതാ തുംത ഇലാ സലാത്തിക ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ എന്നാണ് പറഞ്ഞത്. നീ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നീ വിട പറയുന്ന ഒരാളെ പോലെ നിസ്കരിക്കാൻ നിൽക്കുക, അത്രേ ഉള്ളൂ. ഈ നിസ്കാരം കഴിഞ്ഞാൽ നീ മരിക്കും എന്ന് മനസ്സിലാക്കി നിസ്കരിക്കുക. ഈ നിസ്കാരത്തോടെ എൻ്റെ അന്ത്യയാത്രയാണെന്ന് മനസ്സിലാക്കി നിസ്കരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ 5 നേരം ചെയ്യേണ്ട നിസ്കാരം പോലും എൻ്റെ അന്ത്യയാത്രയാണെന്ന് കരുതി ചെയ്യണമെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം പിടിക്കേണ്ട നോമ്പ് എങ്ങനെയായിരിക്കണം? ഇതെന്റെ അവസാന റമദാനാണെന്നുള്ള ചിന്തയിൽ പിടിക്കണം. എൻ്റെ അവസാന റമദാൻ, അള്ളാഹു നമുക്കെല്ലാം ദീർഘായുസ്സ് തരട്ടെ. അടുത്ത റമദാനിൽ ഇതേപോലെ പുത്തമ്പള്ളിയിൽ ഇരിക്കാൻ എത്ര പേർക്ക് കഴിയും? ആർക്കെങ്കിലും ഗ്യാരണ്ടി തരാൻ കഴിയും? ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇതെന്റെ അവസാന റമദാനാണെന്നുള്ള ചിന്തയിൽ നോമ്പ് പിടിക്കുമ്പോഴാണ് ആ നോമ്പ് നമ്മളെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിപ്പിക്കുക. ഞാൻ പറഞ്ഞത് വാജിബാത്തുകളുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ. എന്താണ് വാജിബ്? ഞാനൊരു വാജിബ് ഉദാഹരണം, സക്കാത്ത് വാജിബല്ലേ? സക്കാത്ത് നിർബന്ധമല്ലേ? നിർബന്ധമായ കാര്യം ഉപേക്ഷിച്ചാൽ പടച്ചോന്റെ അടുക്കൽ ശിക്ഷയുണ്ട്, മുത്തഖിയാവൂല, നരകം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല, ഈ റമദാനിലേക്ക് കടക്കുമ്പോൾ എത്ര പേര് ഇനി സക്കാത്ത് കൊടുത്തു വിട്ടാനുണ്ട്? തറാവീഹിന് ആവേശം കാണിക്കേണ്ടല്ലോ. തറാവീഹ് സുന്നത്താണ്. പടച്ചോന്റെ അടുക്കൽ ചോദ്യം ഒന്നും ഉണ്ടാവില്ല, തറാവീഹ് നിസ്കരിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ചോദ്യം ഉണ്ടാകും, മുത്തഖിയാവൂല, നരകം കിട്ടും. നമ്മളിൽ എത്ര പേർക്ക് സക്കാത്ത് കടമുണ്ട്? എത്ര വർഷത്തെ സക്കാത്ത് കടമുണ്ട്? ഈ സക്കാത്തിന്റെ വിഷയം നമുക്കെന്ത് ശ്രദ്ധയുണ്ട്? എന്നിട്ടല്ലേ നമ്മൾ നോമ്പ് പിടിച്ച് മുത്തഖിയാവ് നടക്കണത്. എങ്ങനെ നമ്മൾ മുത്തഖിയാവും? എങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തും? പഴയ കാലത്തെല്ലാം തറാവീഹ് നമസ്കരിക്കുന്ന സമയത്ത് തറാവീഹിന് പങ്കെടുക്കാതെ മാറി നിന്ന് ഫർദ് ഖളാ വീട്ടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ ഒരു തറാവീഹിനെ കൂടില്ല, അവരുടെ ഖളാ ഉള്ള ഫർദ് നിസ്കാരം മാറി നിന്ന് ഖളാ വീട്ടു. ഖുത്ബ ഓതുന്ന സമയത്ത് കൈപൊക്കി കുനൂത്ത് ഓതുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് പടച്ചോനെ പേടിയുണ്ട്, ലജ്ജ വിചാരിച്ചില്ല. ആ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം സുബഹി ഖളാ വീട്ടാൻ വേണ്ടി ആ സമയം ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഫർദിനെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു. നമുക്കിന്ന് ഫർദ് മറന്നു, വാജിബ് മറന്നു. നമ്മുടെ സുന്നത്തിന്റെ ഫളായിലിന്റെ പുറകെ അങ്ങനെ ഓടുകയാണ്. എന്തിനു വേണ്ടി? മുത്തഖിയാകാനും സ്വർഗം മേടിക്കാനും വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളത് വഴിതിരിച്ചു വിടുകയാണ്. ഞാൻ അത് ആദ്യം പറഞ്ഞു, നമ്മൾ പോകുന്ന 99% റൂട്ടും ശരിയല്ല. ഇസ്ലാമിന് ഒരു പ്രിയോറിറ്റി ഉണ്ട്, ഒരു മുൻഗണനാ ക്രമമുണ്ട്. ഉടുത്തിട്ട് തലേ കെട്ടുക എന്നുള്ളതാണ് നമ്മുടെ മുൻഗണനാ ക്രമം. ഒരാളിങ്ങനെ ശക്തമായ കാറ്റടിച്ചപ്പോൾ മുണ്ടുടുത്ത് തലപ്പാവെല്ലാം കെട്ടി ഇങ്ങനെ യാത്ര പോവുകയാണ്. ശക്തമായ കാറ്റടിച്ചപ്പോൾ തലപ്പാവ് തെറിച്ചു. ഉടനെ അയാൾ തുണി അടിച്ചിട്ട് തലേ കെട്ടി. കാരണം ഇന്നേ വരെ ജീവിതത്തിൽ തലപ്പാവ് ഒഴിവാക്കിയിട്ടില്ല. എന്തായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ പറയുക? ഈ പണിയപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ തുണി അഴിച്ച് തലേ കെട്ടിയിരിക്കുക, നമ്മൾ നഗ്നരാണ്. പക്ഷെ നഗ്നരാണെന്ന് വിളിച്ചു പറയാൻ ആർക്കും ധൈര്യമില്ല. ഞാൻ ആ ധൈര്യം കാണിക്കാൻ പോവാ. നഗ്നരാണ് നമ്മൾ. സുന്നത്തുകളുടെ പുറകെ പോയിട്ട് ഫർളുകളെ ശ്രദ്ധിക്കാതെ ഹറാമുകളെ ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇപ്പൊ പള്ളിയിലേക്ക് വരുമ്പോൾ തറാവീഹിനൊക്കെ വേണ്ടി വരുമ്പോൾ നമ്മുടെ ഈ ഫോൺ ഉണ്ടല്ലോ, ഈ ഫോണിനകത്ത് കാണാൻ പാടില്ലാത്ത രംഗങ്ങളുണ്ട്. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പള്ളിയിലേക്ക് കയറുകയാണ്. എല്ലാവരുടെ എല്ലാം പറയുന്നത് ഉണ്ടാകാം. നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത പല സ്ത്രീകളുടെ നമ്പറുകൾ ഉണ്ടാകാം. തൽക്കാലം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പള്ളിയിലേക്ക് കയറുന്നു, നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുന്നു. നിങ്ങൾ കുറ്റത്തിൽ ഒഴിവായോ? അത് നമ്മുടെ ഫോണിലുണ്ട്. ഈ കാണാൻ പാടില്ലാത്ത കാഴ്ചകളും ബന്ധപ്പെടാൻ പാടില്ലാത്ത നമ്പറുകളുമായി പള്ളി കയറി തൽക്കാലം അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി എന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഈ നിസ്കാരം പടച്ചു സ്വീകരിച്ചിട്ടുണ്ടോ? ഈ പരിപാടി ഹറാമാണ്. ഈ തറാവീഹ് സുന്നത്താണ്. ഈ ഒരു സുന്നത്ത് കൊണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യത്തിന് മാപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഹറാമുകൾ തന്നെ അതങ്ങ് ഒഴിവാക്കിയിട്ടും വാജിബുകളാണ് അതങ്ങ് ചെയ്തിട്ടും മാത്രമേ ഒരാൾക്ക് മുത്തഖിയാകാൻ കഴിയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ തഖ്വ എന്ന് പറഞ്ഞ 2 കാര്യമാണ്. വാജിബായത് ചെയ്യുക, ഹറാമായത് ഒഴിവാക്കുക. അപ്പോൾ ഒരാൾ മുത്തഖിയാകുക. മുത്തഖിയുടെ താഴെ ഒരു കാറ്റഗറി ഇല്ല. മുത്തഖിക്ക് താഴെയുള്ളത് നരകമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ മുത്തഖിയായില്ലെങ്കിൽ അവൻ നരകത്തിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന മുത്തഖി എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നബിയുടെ അടുത്തിരിക്കാനുള്ള യോഗ്യതയാണ് മുത്തഖി. സ്വർഗത്തിൽ പോകാനുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ആണ് മുത്തഖി. ഒരാൾക്ക് തഖ്വ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ സ്ഥാനം നരകത്തിലാണ്. നബിയുടെ അടുത്തിരിക്കാനുള്ള സ്ഥാനമല്ല. പിന്നെ സുന്നത്ത് എന്തിനാണ്?
സുന്നത്തുകൾ പടച്ചോലേക്ക് അടുക്കാൻ വേണ്ടി ഫർള് ചെയ്ത് ഹറാമുകൾ ഒഴിവാക്കി ഒരാൾ മുത്തക്കിയായി തീരുമ്പോൾ പിന്നെ അവൻ സുന്നത്ത് ചെയ്യുന്തോറും റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. റബ്ബിലേക്ക് അടുക്കുമ്പോൾ റബ്ബിവനെ സഹായിക്കും. അള്ളാഹു പറയുന്നുണ്ട്, അവൻ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറെടുക്കും. അവൻ എന്നിലേക്കൊരു മാറെടുത്താൽ ഞാൻ ഒരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്കൊരു മാറെടുക്കും. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചിരിച്ചു. അവന്റെ കണ്ണായി ഞാൻ മാറും, അവന്റെ കാലായി ഞാൻ മാറും എന്നൊക്കെ പടച്ചു പറയുന്നു. അപ്പൊ സുന്നത്തുകൾ എന്നുള്ളത് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോമ്പെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യം ശ്രദ്ധിച്ച നോമ്പാണ്. ഒന്ന്, നോമ്പിന് രണ്ട് ഫർളുണ്ട്. നിസ്കാരത്തിന്റെ ഫർള് എത്രയാ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ? 14 ഫർള് നിസ്കാരത്തിന്. നോമ്പിനോ രണ്ട് ഫർളുണ്ട്. ഒന്ന് നിയ്യത്ത് ചെയ്യുക, രാത്രി നിയ്യത്ത് ചെയ്യുക. ഫർള് നോമ്പാകുമ്പോൾ രാത്രി നിയ്യത്ത് ചെയ്യുക. രണ്ട് ഇംസാക്ക്. ഒന്ന് നിയ്യത്ത്, രണ്ട് ഇംസാക്ക്. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറി നിൽക്കുക. എന്തിൽ നിന്നൊക്കെ മാറി നിൽക്കണം? ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, വികാര വിചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇത് രണ്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇംസാക്ക് എന്ന് പറയാൻ പറ്റും. ഭക്ഷണം കഴിക്കരുത്, നമ്മളാരും കഴിക്കില്ല. രണ്ടാമതൊന്നുണ്ട്, വികാര വിചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് കണ്ണിന് നോമ്പാകണം, കൈക്ക് നോമ്പാകണം, കാലിന് നോമ്പാകണം, ഹൃദയത്തിന് നോമ്പാകണം. അപ്പൊ ആ നോമ്പുകാരനാണ് മുത്തഖി എന്ന് പറയും. അവനാണ് സ്വർഗ്ഗം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്ത് വേണം? ഭക്ഷണം നിയന്ത്രിക്കുന്നതോടൊപ്പം ഭക്ഷണം നിയന്ത്രിക്കണം. ഇന്ന് നമ്മുടെ നോമ്പ് തെറ്റായ നോമ്പിന്റെ ഭക്ഷണക്രമം നോമ്പിലേത് തെറ്റാണ്. തിരുത്തിയേ പറ്റി. ഇത് സത്യത്തിൽ ഭക്ഷണം നമ്മൾ ഒഴിവാക്കുന്നില്ല, ഭക്ഷണം ജമ്മാക്കാണ് ചെയ്യുന്നത്. പകല് കഴിക്കേണ്ട കൂടി രാത്രി കഴിക്കും. നിസ്കാരം 100 ദിവസം ജമ്മാക്കുന്ന പോലെ ആ പരിപാടിയാണ് നടക്കുന്നത്. പണ്ട് CH മുഹമ്മദ് പറയാറുണ്ടായിരുന്നു, കണ്ണൂർക്കാരൊരിക്കലും അള്ളാനെ കാണാൻ പോയൊരു സംഭവമുണ്ട്. ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. CH-നെ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി സൽക്കരിച്ച് അവസാനം അദ്ദേഹം ഒരു 19 വയസ്സിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹം പറയാറുള്ളത്, ഈ സമുദായത്തെ കൊണ്ടുനടക്കണമെങ്കിൽ ദഹനശക്തി വേണം, നന്നായിട്ട് നല്ല സഹനശക്തി വേണം. CH പറയാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട്. കണ്ണൂർക്കാരൊരിക്കൽ പടച്ചോനെ കാണാൻ പോയ കഥയാണ് അദ്ദേഹം പറയാം. അള്ളാഹിനോട് പറഞ്ഞാൽ പടച്ചോനെ റമളാനിൽ നോമ്പ് ളുഹർ വരെ പോരെ. അള്ളാഹ് പറഞ്ഞു പറ്റൂല. അസർ വരെ പോരെ. പറഞ്ഞു പറ്റൂല, മഗ്‌രിബ് വരെ പോരെ. എന്നാൽ വെള്ളമൊക്കെ കുടിച്ചുകൂടെ എന്ന് ചോദിച്ചു. പറ്റില്ല, പച്ചവെള്ളം തൊടാൻ പാടില്ല പറഞ്ഞു. അപ്പൊ അവർ പറയാം, എന്നാൽ നിന്നെ കാണിച്ചു തരാൻ. ഇന്ന് കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും വിഭവസമൃദ്ധമായ ഇഫ്താർ നടക്കുന്ന സ്ഥലം. എവിടെയാണ്? ഭക്ഷണം എന്ന് പറയുന്നത് നോമ്പിൽ സത്യം പറഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത സമയമാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത സമയം നോമ്പാകട്ടെ അല്ലാത്ത രാത്രി ഭക്ഷണമില്ല. കാരണം ഭക്ഷണവും സൂര്യനുമായിട്ട് ബന്ധമുണ്ട്. സൂര്യനുള്ളപ്പോഴേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, എന്നാലേ ദഹനശക്തി നടക്കുള്ളൂ. ദഹനം ശരിയാകണമെങ്കിൽ സൂര്യനുള്ളപ്പോൾ ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് നോമ്പ് തുറക്കുന്നത് നേരത്തെ ആക്കണമെന്ന് വിശ്വാസം പറഞ്ഞത്. നോമ്പ് നേരത്തെ തുറക്കണം, സമയമായി പിന്നെ ബന്ധിപ്പിക്കരുത്. ബാങ്ക് കേട്ടാൽ ഉടനെ നോമ്പ് തുറക്കണം, അതാണ് സുന്നത്ത്. 5 മിനിറ്റ് കേട്ട് ബന്ധിക്കരുത്. ഇഫ്താർ ആണെങ്കിലും സെഹറാണെങ്കിലും ഇടേറ്റാണെങ്കിലും പരമാവധി ബന്ധിപ്പിക്കണം. എന്താ കാരണം? നോമ്പ് തുറക്കുന്ന സമയത്ത് സൂര്യൻ ചക്രവാളത്തിലുണ്ട്, സൂര്യനുണ്ട്. ഇടയത്താഴം കഴിക്കുന്ന സമയത്ത് ചക്രവാളത്തിലേക്ക് സൂര്യൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സൂര്യനുള്ള സമയത്തെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അർദ്ധരാത്രി ഭക്ഷണത്തിന്റെ സമയമല്ല. അപ്പൊ നോമ്പിൽ സത്യം പറഞ്ഞാൽ രാത്രി കാലത്ത് ഭക്ഷണം കഴിക്കേണ്ട സമയമല്ല, പകല് ഭക്ഷണം കഴിക്കാൻ പാടുമില്ല. പിന്നെ എങ്ങനെ നോമ്പിൽ ഭക്ഷണം കഴിക്കുക? അപ്പൊ നോമ്പെന്ന് പറഞ്ഞാൽ ഭക്ഷണം വളരെ കുറയേണ്ട സമയമാണ്. പക്ഷെ ഇന്നെന്താ ചെയ്യുന്നത്? ഭക്ഷണം കൂടുന്നു എന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലതും അപകടകരമാണ്. സമൂസ ഇല്ലാതെ നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റില്ല. സമൂസ എന്ന് പറഞ്ഞാൽ പേര് മുസ്ലിങ്ങളുടെ റമദാനിലെ ഭക്ഷണമാണ്. സമൂസ ഇല്ലാതെ ഒരു നോമ്പ് തുറ. റമദാൻ ആയി കഴിഞ്ഞാൽ ചായക്കടകളുടെയൊക്കെ മുന്നിലും റോഡരികിലൊക്കെ റമദാൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്താണ് റംസാൻ വിഭവം? ഇതൊക്കെ ആര് പഠിപ്പിച്ചത്? ഇതൊക്കെ ഒരു കച്ചവടവൽക്കരണ തന്ത്രങ്ങളാണ്. നമ്മളതിന്റെ പുറകെ പോകരുത്. നാം നോമ്പ് പിടിച്ചിട്ട് ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമാണ് ഈ എണ്ണപ്പൊരി ഭക്ഷണങ്ങൾ കഴിക്കാറുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുകൊണ്ട് പടച്ചോ പിടിക്കൂല? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു തന്ന നല്ലൊരു ബോഡി ഉണ്ട്, നമുക്ക് ശരീരം, നല്ല ശരീരപടം, നല്ല കിഡ്നി, നല്ല അവയവങ്ങൾ എല്ലാം നല്ലതാണ്. അള്ളാഹ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ ഈ കിഡ്നി നശിപ്പിക്കരുത്, നിങ്ങളുടെ ഹാർട്ടിനെ നിങ്ങൾ നശിപ്പിക്കരുത്, നിങ്ങളുടെ ബോഡി നിങ്ങൾ ചീത്തയാക്കരുത്.
ഇത് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് അപകടകരമായ എന്ത് ഭക്ഷണം കഴിച്ചാലും ആ പടച്ചോനിരിക്കൽ ശിക്ഷാർഹമാണ്. ശരീരം നശിപ്പിച്ചതിന് പടച്ചോനിരിക്കൽ മറുപടി പറയേണ്ടി വരും. അത്തരം ഭക്ഷണം കഴിക്കരുത്. എണ്ണപ്പൊരി പലഹാരങ്ങൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാലോ. ആരോടുള്ള വിരോധം കൊണ്ട് പറയില്ല, കച്ചവടക്കാരൊന്നും എന്നോടൊന്നും തോന്നണ്ട. അത് ശരീരത്തിന് അപകടകരമാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളത് ഒഴിവാക്കണം. അല്ലെങ്കിലും അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ പള്ളികളിൽ നടക്കുന്ന, സത്യത്തിൽ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ഇപ്പോഴത്തെ നോമ്പ് തുറ സംവിധാനം ഉണ്ടല്ലോ, എന്താണ് അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യം എന്തുണ്ട്? അതിനേക്കാൾ നല്ലൊരു സംവിധാനം മഗ്‌രിബിന് മുമ്പ് നിങ്ങളെല്ലാവരും ഇവിടെ വരും, ഈ പള്ളിയിൽ വന്നിരുന്ന് ദിക്ർ തസ്ബീഹിലായി ജോലിയാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയല്ലേ. രണ്ട് വിഭാഗം മലക്കുകളുടെ സംഗമ സമയമാണ്. പകലിലുള്ള മലക്കുകൾ ഉയർന്നു പോവുകയാണ്, രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ വരികയാണ്. അള്ളാഹു ചെല്ലുമ്പോൾ ചോദിക്കും മലക്കുകളോട്, എന്താണ് എൻ്റെ അടിമകളുടെ അവസ്ഥ? ഇരാറ്റുപേട്ടയിലെ മുഹമ്മദ് എന്തെടുക്കുകയാണ്, മറ്റേ അബൂബക്കർ എന്തെടുക്കുകയാണെന്ന് അള്ളാഹ് ചോദിക്കും. ഓരോരുത്തരെ കുറിച്ച് ചോദിക്കും. മലക്കുകൾ പറയും, പടച്ചോനെ. പകലിലുള്ള മലക്കുകൾ പറയും, ഞങ്ങൾ പോരുന്ന സമയത്ത് അവൻ പുത്തമ്പള്ളിയിൽ ഇരുന്ന് ദിക്ർ എഴുതുന്നുണ്ട്. രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളും പറയും, പടച്ചോനെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആ മുഹമ്മദ് പുത്തമ്പള്ളിയിൽ നിന്ന് തസ്ബീഹ് എഴുതുന്നുണ്ട്. അള്ളാഹ്ക്ക് എന്താ സന്തോഷമായിരിക്കും. പടച്ചോൻ അറിയാം, എന്നാലും അള്ളാഹ് ചോദിക്കുകയാണ്, എത്ര സന്തോഷമായിരിക്കും. നമ്മളെ കുറിച്ച് എന്താ പറയാ? പുത്തമ്പള്ളിയുടെ മുറ്റത്ത് മറ്റേ സമൂസയുടെ നേരം നോക്കി ഇങ്ങനെ വെള്ളമിറക്കിക്കൊണ്ടിരിപ്പുണ്ട്, കണ്ണു നോക്കിയിട്ട്. ഈ ഒരു അവസ്ഥയാണ് മലക്കുകൾ പറയുന്നെങ്കിൽ എന്തായിരിക്കും സമൂസങ്ങളുടെ അവസ്ഥ? ഞാൻ കുറ്റപ്പെടുത്തില്ല, തിരുത്തലിന് തയ്യാറാകണം. നടന്നു വരുന്നതെല്ലാം വേണമെന്ന് വാശി പിടിക്കരുത്. നടന്നു വരുന്നതിൽ തിരുത്തേണ്ടത് തിരുത്തി പോകണം. നന്മകൾ കൂടുതൽ കാണുമ്പോൾ വലിയ നന്മയിലേക്ക് പോകണം, ചെറിയ നന്മയിൽ നിന്നും. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അലസരായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധയുണ്ടാകണം, നോമ്പ് ഫലപ്രദമായി തന്നെ. രണ്ടാമത്തെ കാര്യം, ഹലാലായ ഭക്ഷണം കഴിക്കണം. ഈ രാവിലെ മുതൽ ഈ 35-40 ഡിഗ്രി ചൂടിൽ നമ്മൾ പട്ടിണി കിടന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ നമ്മൾ കഴിക്കുന്നത് തരിക്കഞ്ഞി, ആ കാരക്ക, ആ ഫ്രൂട്ട്സ്, ആ തണ്ണിമത്തൻ, ഏതെങ്കിലും പലിശക്കാരൻ്റെതാണെങ്കിൽ നഊദുബില്ലാ, അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ. ഈ പട്ടിണി കിടന്ന് വെറുതെ ആയില്ലേ? നമ്മുടെ ഭക്ഷണം ഹലാലാണെന്ന് നമുക്ക് ഉറപ്പില്ലേ? ആ ഒരു കാരക്ക നമ്മുടേത് ഹലാലായതുകൊണ്ട് നോക്കാൻ പാടില്ലേ? എന്തിനാണ് ഈ പലിശക്കാരൻ്റെതും ഈ മറ്റേ ഹറാമായ വഴികൾ സമ്പാദിക്കുന്നവന്റെ, കള്ളക്കച്ചവടം നടത്തുന്നവന്റെ, ഈ വെട്ടിപ്പ് നടത്തുന്നവന്റെ, തട്ടിപ്പുകാരന്റെ എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? നമ്മുടേത് കൊണ്ട് കഴിച്ചാൽ നമുക്ക് ആ നോമ്പിന്റെ കൂലി ലഭിച്ചു മേടിച്ചു. അതിനാർക്കാണ് ദാരിദ്ര്യമുള്ള? ഒരു കാരക്കയ്ക്ക് ഇതിന് വേണ്ടി ഒരു വെള്ളത്തിന് ആർക്കാണ് ദാരിദ്ര്യമുള്ളത്? അതുകൊണ്ട് നമ്മുടെ നോമ്പ് നഷ്ടപ്പെടുത്തരുത്. ഹലാലായ ഭക്ഷണം കൊണ്ട് നോമ്പ് കുടിക്കുക, ഹലാലായ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുക. ഇതൊക്കെ പടച്ചവന്റെ അടുത്തിൽ നമുക്ക് കൂലി നഷ്ടപ്പെട്ടാൽ നമ്മൾ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹ് പറയാണ്, നിന്റെ നോമ്പ് വെട്ടി, നിന്റെ നോമ്പ് വെട്ടി, നീ കഷ്ടപ്പെട്ട് പിടിച്ചതാണ്, പക്ഷേ കൂലി ഇവിടെ ഇല്ല. കാരണം നീ കഴിച്ചത് ഹറാമായ ഭക്ഷണമാണെന്ന് പടച്ചവൻ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയ്ക്ക് ഏതൊക്കെയാണ്. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകണം. ബാക്കി കാര്യങ്ങൾ തുടർന്ന് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ അല്ലാഹു മുത്തഖീങ്ങളായി കബൂൽ നാളെ അവന്റെ സ്വർഗ്ഗലോകത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം അല്ലാഹു നമ്മളെ ഒന്നിപ്പിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഈ റമദാൻ, പരിശുദ്ധമായ റമദാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പുകൾ നാളെ ഞങ്ങൾക്ക് നേരെ വലിച്ചെറിയ അവസ്ഥ നിരാക്കട്ടെ. അല്ലാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. سبحان الله وبحمده، سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك.